60 ലക്ഷം രൂപ താഴെയുള്ള ബഡ്ജറ്റിൽ വീടുകൾ ചോദിച്ച് നമ്മളെ വിളിക്കുന്ന തന്നെ ഒത്തിരിയധികം കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാവരോടും പറയുന്നത് നമ്മുടെ പ്രൊഫൈലും നോക്കിയാൽ മതി. ഒത്തിരിയധികം പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡയറക്റ്റ് ഓണേഴ്സിനെ വിളിച്ച് അവരുമായിട്ട് തന്നെ നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു പേജിലൂടെ ഉള്ളത്. ഈ കാണുന്ന പ്രോപ്പർട്ടി ഈ പറഞ്ഞ ബഡ്ജറ്റിനുള്ളിൽ വരുന്നതാണ്. നമ്മുടെ പൊറ്റയിലാണ് പ്രോപ്പർട്ടി വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അതായത് കോർപ്പറേഷൻ പരിധിയിലായി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ വീട് 58 എന്നുള്ളത് ഏകദേശം 75 മേളിലോട്ട് പോകുമായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറിയപ്പോഴത്തേക്കും ഇത്രയും വില കുറഞ്ഞു. തിരുമലയിൽ 4 കിലോമീറ്ററും പാപ്പനംകോട് 6 കിലോമീറ്ററും മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത്. പൊറ്റയിൽ ജംഗ്ഷന് സമീപത്തായിട്ടാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പൊറ്റയിൽ ജംഗ്ഷന് വിളവൂർക്കൽ പഞ്ചായത്ത് ഓഫീസായി കാണാം. അത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് കൊച്ചു പൊറ്റയിൽ തമ്പുരാൻ ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാൻ സാധിക്കും. അതിനകത്തേക്ക് ഏകദേശം 300 മീറ്റർ മാത്രം വന്നാൽ അതിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ക്ഷേത്രം കാണാം. അത് കഴിഞ്ഞിട്ട് ഇടത്തോട്ട് കാണുന്ന വഴി താഴെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഈ കാണുന്ന പോലെയാണ് നമ്മുടെ മുൻവശം വരുന്നത്. ഒത്തിരി നമുക്ക് ഒരു കാറ് സുഖമായിട്ട് ഒന്നല്ല 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് നമ്മുടെ മുൻവശത്ത് തന്നെ കിട്ടുന്നുണ്ട്. അവിടെയായിട്ട് കിണർ വരും. എവിടെയൊക്കെ നമുക്ക് ഗാർഡനിങ്ങിനുള്ള സ്പേസ് എല്ലാം കിട്ടുന്നുണ്ടോ അതെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് നല്ല കിടിലുമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വീട് വെച്ചിട്ടുള്ളത് കേട്ടോ. മുൻവശമൊക്കെ നോക്കി ഈ പണികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിലാണ്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ്. നമുക്ക് ഇൻറ്റീരിയറിൽ ഒരുവിധം കോംപ്രമൈസും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ചുമരിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒത്തിരിയധികം ലൂവേഴ്സ് വെച്ചിട്ട് WPC പാനൽസ് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഇവിടെ ആയിട്ട് വാഷ് ഏരിയ വരും. അവിടുത്തെ വാഷ് ബേസിൻ വെച്ച് തരുന്നുണ്ടാവും കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. കിച്ചൺ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഗ്ലെന്നിൻ്റെ ചിമ്മിനിയും ഹോബാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ ഒരു പാൻട്രി യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരിയധികം പുൾ ഔട്ട്സും അങ്ങനെയൊക്കെ ആക്കി നീറ്റായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഒരു ചെറിയ വർക്ക് ഏരിയ ചെയ്തെടുക്കണമെങ്കിൽ തന്നെയും അതിനുള്ള സ്പേസ് ഇനിയും നമുക്ക് കിട്ടുന്നുണ്ട്. 3 ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത്. അതിൽ ആദ്യത്തെ റൂമാണ് ഈ കാണുന്നത്. താഴത്തെ നിലയിൽ 1 മേളത്തെ നിലയിൽ 2 ആണ്. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ 58 ലക്ഷം രൂപ ബഡ്ജറ്റിനൊക്കെ വീടുകൾ കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നോർമലി കോംപ്രമൈസ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ കാണുന്ന പോലെ സീലിംഗ് ഉണ്ടാകത്തില്ല. ഈ കബോർഡ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു റൂമിന് കൊടുക്കും. അതുപോലെ TV യൂണിറ്റൊക്കെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും ചെറുതായിട്ടൊക്കെ ചെയ്യും. ഇതിന് അങ്ങനെയുള്ള കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ സാനിറ്ററി വെയേഴ്സിൽ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഇടാറുണ്ട്. ഇത് വന്നിട്ട് അത്യാവശ്യം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെറോ പോലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ നല്ലൊരു കോമൺ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഒരു ഫോൾഡബിൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അലങ്കാര ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് 2 ബെഡ്റൂംസ് ആണ് ഈ ഒരു ഫ്ലോറിലും വരുന്നത്. താഴത്തെ നിലയിൽ കണ്ട അതേ സെയിം സൈസിലുള്ള 2 ബെഡ്റൂം. എല്ലാ റൂമുകളിലും കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ റൂമിനാണെങ്കിൽ കുറച്ചധികം സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. നോക്കി ആ സ്ലാബിൻ്റെ മേളിലേക്കും നമുക്ക് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. സീലിങ്ങിലെല്ലാം തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. സെറയുടെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രി ഈ രീതിയിലാണ് വരുന്നത്. വാതിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഫുള്ളായിട്ട് പ്ലാവിൻ തടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഈ കാണുന്നത് പോലെ നല്ല വീടുകളുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ നിങ്ങൾക്കും ഒരു താമസ സ്ഥലം സ്വന്തമാക്കാവുന്നതാണ്. തിരുവനന്തപുരം സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല ഈസി ആക്സസ് ആണ്. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പാപ്പനംകോട് കയറാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ തിരുമല കയറാൻ ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. പിന്നെ എല്ലാ സൗകര്യങ്ങളും ജംഗ്ഷനിലായിട്ട് തന്നെയുണ്ട്. ഇപ്പം പൊറ്റയിൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വിളവൂർക്കൽ പഞ്ചായത്ത് ഓഫീസും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ ഒരു ജംഗ്ഷനിൽ തന്നെ കാണാനും സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 58 ലക്ഷം രൂപയാണ്. അതായത് 3.37 സെൻസിൽ 1450 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ്. വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും.